ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് വളരെ പ്രത്യേകതകളുള്ള ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഡാൾട്ടൺ പ്ലാൻ. ഇറ്റ്സ് എ ലബോറട്ടറി മെത്തേഡ് or an experimental method which is implemented in Dalton High Schools in USA. That's why it's called as Dalton Plan. This Dalton Plan is developed by Miss Helen Parkhurst in 1920, and she aimed at developing or encouraging self-learning and self-responsibilities among students. ഡാൾട്ടൺ പ്ലാനിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ കൺവെൻഷണൽ സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഒരുപാട് ഇൻഅഡിക്വസീസ് ഓർ ഡ്രോബാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ടാലൻസ് ഇതൊന്നും കൺസിഡർ ചെയ്യാതെയാണ് ട്രഡീഷണൽ ആയിട്ട് സബ്ജക്ട്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡാൾട്ടൺ പ്ലാനിൽ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ ടൈം ടേബിൾ ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഹോൾ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഈസ് കൺട്രോൾഡ് ബൈ ദ ടൈം ടേബിൾ, ആൻഡ് ടൈം ടേബിൾ ഫോഴ്സസ് ഈച്ച് സ്റ്റുഡൻറ് ടു അറ്റൻഡ് ദ സബ്ജക്ട് ക്ലാസ് റെഗുലർലി ഓർ ഡെയിലി. അപ്പം ഇത്തരത്തിലുള്ള ഇൻഅഡിക്വസീസ് എല്ലാം റൂട്ട് ഔട്ട് ചെയ്യുന്ന ഒരു പുതിയ സിസ്റ്റമായിട്ടാണ് ഡാൾട്ടൺ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഡാൾട്ടൺ പ്ലാനിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡാൾട്ടൺ പ്ലാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിച്ച് റൂട്ട് ഔട്ട്സ് ഓർ വിച്ച് എലിമിനേറ്റ്സ് ദ ഈവിൾസ് എക്സിസ്റ്റ് ഇൻ അവർ ട്രഡീഷണൽ സിസ്റ്റം. സോ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാൾട്ടൺ പ്ലാൻ? ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ടൈം ആൻഡ് സ്പേസ് ഈസ് ഡിഫറെന്റ് ഫോർ ഈച്ച് സ്റ്റുഡൻറ്. നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ എല്ലാ കുട്ടികൾക്കും ഒരേ കണ്ടന്റ് ഒരേ സമയം കൊടുത്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡാൾട്ടൺ പ്ലാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടൈമും സ്പീഡും ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് സ്റ്റുഡൻസ്. കുട്ടിയുടെ ഓൺ ടൈം ഉപയോഗിച്ച് കുട്ടി പഠിച്ചെടുക്കുന്ന രീതിയാണ് ഡാൾട്ടൺ പ്ലാനിലുള്ളത്. അതുപോലെ ടൈം ടേബിൾ, സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഈസ് ടൈം ടേബിൾ ഈസ് ഡിസ്കാർഡഡ്. ദർ ഈസ് നോ ടൈം ടേബിൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ടൈം ടേബിൾ ആണ്. ഒരു 7 പീരീഡ് ഉണ്ടെങ്കിൽ 7 സബ്ജക്ട്സ് ആണ് കുട്ടി ഒരു ദിവസം കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്, പഠിക്കേണ്ടി വരുന്നത്. പക്ഷെ ഡാൾട്ടൺ പ്ലാനിൽ ടൈം ടേബിൾ ഈസ് ഡിസ്കാർഡഡ്, ബട്ട് ദർ ഈസ് എ സിലബസ്. തേർഡ് ക്യാരക്ടറിസ്റ്റിക് ഈസ് സിലബസ് ഈസ് സെയിം. സിലബസ് എല്ലാ കുട്ടികൾക്കും സെയിം ആണ്, ബട്ട് വാട്ട് ടു സ്റ്റഡി, വെൻ ടു സ്റ്റഡി, ഹൗ ടു സ്റ്റഡി ഈസ് ഡിസൈഡഡ് ബൈ ദ സ്റ്റുഡന്റ്. എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം, എന്തെല്ലാം പഠിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് കുട്ടിയാണ്. സിലബസ് എല്ലാവർക്കും സെയിം ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡാൾട്ടൺ പ്ലാനിൽ വിച്ച് അബോളിഷസ് ക്ലാസ് റൂം ടീച്ചിങ്. നമ്മുടെ സിസ്റ്റത്തിൽ ക്ലാസ് റൂം ടീച്ചിങ് ആണ് നടക്കുന്നത്, മെയിൻലി ഓറൽ ഓർ വെർബൽ ടീച്ചിങ് ആണ് നടക്കുന്നത്. പക്ഷേ ഡാൾട്ടൺ പ്ലാനിൽ വിച്ച് അബോളിഷസ് classroom teaching, where teacher act as guide or supporters or facilitators of the students. There is no time limit for completing a work. ഒരു കുട്ടിക്ക് ഒരു കണ്ടന്റ് പഠിച്ചു തീർക്കാൻ ഒരു ടൈം ലിമിറ്റ് ഒന്നും ഇവിടെ ഇല്ല, ഡാൾട്ടൺ പ്ലാനിൽ ഇല്ല. കുട്ടിക്ക് ഓൺ ടൈം ഉപയോഗിച്ച് കണ്ടന്റ് പഠിക്കാം. അപ്പം വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള സെൽഫ് സ്റ്റഡിയെ അല്ലെങ്കിൽ സെൽഫ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മെത്തേഡ് ആയിട്ടാണ് ഡാൾട്ടൺ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡാൾട്ടൺ പ്ലാനിന്റെ മേജർ റിക്വസൈറ്റ്സ് ഓർ മേജർ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡാൾട്ടൺ പ്ലാനിന്റെ ഫസ്റ്റ് റിക്വസൈറ്റ് ഓർ മേജർ ആട്രിബ്യൂട്ട് ആണ് സബ്ജക്ട് റൂം ഓർ സബ്ജക്ട് ലബോറട്ടറി. In Dalton plan, there is no classroom, only subject rooms or subject laboratories are there. Subject laboratory, each subject laboratory is equipped with books, equipments, specimens, materials, etc. etc. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഡാൾട്ടൺ പ്ലാനിൽ എത്ര സബ്ജക്ട്സ് ഉണ്ടെന്ന് നോക്കാം. ഡാൾട്ടൺ പ്ലാനിലൂടെ ഒരു കുട്ടി പഠിക്കുന്നത് മെയിൻലി 5 സബ്ജക്ട്സ് ആണ്. ഒന്ന് മാത്സ് ആണ്, പിന്നെ ഇംഗ്ലീഷ്, സയൻസ്, ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി. ഈ 5 സബ്ജക്ട്സ് ആണ് കുട്ടി പഠിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ മൈനർ സബ്ജക്ട്സ് ആണ് ആർട്സ്, മ്യൂസിക്, ക്രാഫ്റ്റ് തുടങ്ങിയ മൈനർ സബ്ജക്ട്സും കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പം ഒരു ഡേയിൽ ഫോർനൂൺ സെഷനിൽ കുട്ടി
മേജർ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നതെങ്കിൽ, മീൻസ് ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി ആണ് പഠിക്കുന്നതെങ്കിൽ ആഫ്റ്റർനൂണ് മൈനർ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്, മ്യൂസിക്, ആർട്ട്, ക്രാഫ്റ്റ് എക്സെട്ര. അപ്പം ഒരു ഡാൾട്ടൺ പ്ലാനിൽ 5 സബ്ജക്റ്റ് ക്ലാസ്സസ് ഓർ സബ്ജക്റ്റ് ലബോറട്ടറീസ് ഉണ്ട്. ഓരോ സബ്ജക്റ്റ് ലബോറട്ടറീസിലും അതാത് സബ്ജക്റ്റിന് ആവശ്യമുള്ള ബുക്സ്, ലൈഫ് എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ്, സ്പെസിമെൻസ് എക്സെട്ര ആർ അറേഞ്ച്ഡ് ആൻഡ് ദീസ് ആർ ഓവർ പ്രിസൈഡഡ് ബൈ എ സ്പെഷ്യലിസ്റ്റ് ടീച്ചർ. അപ്പം ഒരു ടീച്ചർ ഉണ്ട്, ടീച്ചറുടെ ഡ്യൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞു, അബോളിഷസ് ക്ലാസ് റൂം ടീച്ചിങ്, ഓൺലി ഗൈഡ്സ് ആൻഡ് സൂപ്പർവൈസിങ് ദ സ്റ്റുഡൻസ് ആൻഡ് ദർ ലേണിംഗ് ആൻഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി സബ്ജക്ട് ലബോറട്ടറീസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈച്ച് പീപ്പിൾ ക്യാൻ അപ്രോച്ച് ദി സബ്ജക്ട് ലബോറട്ടറി ഓർ സബ്ജക്ട് റൂം ആസ് എ ക്ലാസ് റൂം ബിക്കോസ് ഹിയർ ലേണിംഗ് ടേക്ക് പ്ലേസ്. അപ്പം അതൊരു ക്ലാസ് റൂം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇറ്റ്സ് എ ലൈബ്രറി, കാരണം അതിനകത്ത് കുട്ടിക്ക് റെഫർ ചെയ്യാനുള്ള എല്ലാ ബുക്സും ഉണ്ട്. അപ്പൊ അതൊരു ലൈബ്രറി ആയിട്ട് കൺസിഡർ ചെയ്യാം. ആസ് എ ലബോറട്ടറി, കുട്ടിക്ക് ആവശ്യത്തിനുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെന്റ്സും കെമിക്കൽസും ഉണ്ട്. സോ ഇറ്റ് ആക്ട് ആസ് എ ലബോറട്ടറി ആൻഡ് ആൾസോ ഇറ്റ്സ് എ വർക്ക്ഷോപ്പ്. കുട്ടിക്ക് 4 കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്ട് ലബോറട്ടറി പ്രൊവൈഡ് ചെയ്യുന്നത്: ക്ലാസ് റൂം, ലൈബ്രറി, ലബോറട്ടറി ആൻഡ് വർക്ക്ഷോപ്പ്. ഈ ഒരു സബ്ജക്ട് ലബോറട്ടറിയിൽ എല്ലാം പ്രിസൈഡ് ചെയ്തുകൊണ്ട് ഒരു ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞു, സ്പെഷ്യലിസ്റ്റ് ടീച്ചറാണ്. അപ്പം കുട്ടി ഈ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ടീച്ചർ ആ കുട്ടിക്ക് ആവശ്യമുള്ള, കുട്ടിയെ എൻറോൾ ചെയ്യുന്നു, ആ ഒരു സബ്ജക്റ്റിലേക്ക് എൻറോൾ ചെയ്യുന്നു, കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. കുട്ടി സ്വന്തമായിട്ട് ടീച്ചർ ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഹി ക്യാൻ ലേൺ ഇൻ ഹിസ് ഓൺ വേ. ഒരു പക്ഷെ അവന് റെഫർ ചെയ്ത് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ അവൻ റെഫർ ചെയ്ത് പഠിക്കുന്നു, ഒരു എക്സ്പെരിമെന്റിലൂടെ പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ എക്സ്പെരിമെന്റിലൂടെ പഠിക്കുന്നു. അത് അവന്റെ ഇഷ്ടമാണ്. ഇനി ഒരു ഹാഫ് ആൻ അവർ ഇരുന്ന ശേഷം അവനത് മതി എന്ന് തോന്നുകയാണെങ്കിൽ അവന് അവിടെ നിന്ന് നിർത്തിപ്പോയത് അവൻ അവിടെ ടീച്ചർ അവിടെ അത് മാർക്ക് ചെയ്യും. അവൻ നെക്സ്റ്റ് സബ്ജക്ട് റൂമിലേക്ക് പോകുന്നു. ഇപ്പം എക്സാമ്പിൾ, എൻ്റെ സയൻസ് ക്ലാസ് റൂമിലാണ് ഇപ്പൊ അവൻ ഇരുന്ന് പഠിക്കുന്നതെങ്കിൽ ഒരു 1 അവർ ഇരുന്നപ്പോൾ അവന് മതിയായി എന്ന് തോന്നുകയാണ്, അപ്പൊ അവന് ഇൻട്രസ്റ്റ് പോയെങ്കിൽ അവന് നെക്സ്റ്റ് ക്ലാസ് റൂം മാത്സിലേക്ക് പോവാം, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലേക്ക് പോവാം, ഏത് ക്ലാസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പം കംപ്ലീറ്റ് ഫ്രീഡം പ്രൊവൈഡഡ് ഫോർ ദ സ്റ്റുഡൻറ്. അതാണ് വൺ ഓഫ് ദ സ്പെഷ്യാലിറ്റി. അപ്പം ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സബ്ജക്ട് റൂം ഓർ സബ്ജക്ട് ലബോറട്ടറി ആണ്. ഇനി സെക്കൻഡ് ആട്രിബ്യൂട്ട് ഓർ സെക്കൻഡ് മേജർ റിക്വസിറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ടീച്ചർ ആണ്. സ്പെഷ്യലിസ്റ്റ് ടീച്ചർ നേരത്തെ പറഞ്ഞു, ഓരോ സബ്ജക്ട് റൂമിനെയും കൺട്രോൾ ചെയ്യാൻ, പ്രിസൈഡ് ചെയ്യാൻ ഒരു സബ്ജക്ട് ടീച്ചർ ഉണ്ട് എന്ന് പറഞ്ഞു. സബ്ജക്ട് ടീച്ചർ ഈസ് സ്പെഷ്യലൈസ്ഡ് ബിക്കോസ് she or he specialized in his own subject and other all subjects. അത് മാത്രമല്ല, സബ്ജക്ട് ടീച്ചർക്ക് ഒരു സബ്ജക്ട് റൂമിൽ എന്തൊക്കെയുണ്ടോ, ബുക്സ് ആണെങ്കിലും എക്യുപ്മെന്റ്സ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും അതിന്റെ മെയിൻ്റനൻസ്, വർക്കിംഗ് എല്ലാം അറിഞ്ഞിരിക്കുന്ന കഴിവുകൾ ഉണ്ടായിരിക്കണം. അപ്പം സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സിന് ചില ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആ ക്വാളിറ്റീസിൽ ആദ്യം വരുന്നത് സബ്ജക്ട് ടീച്ചർ വിൽ ക്രിയേറ്റ് എ ലേണിംഗ് എൻവയോൺമെന്റ്. ഒരു ക്ലാസ് റൂമിൽ ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറുടെ ആദ്യത്തെ ഡ്യൂട്ടി. പിന്നെ ടീച്ചർക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടന്റിനെ കുറിച്ചും ഇൻ ഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. അതാണ് ടീച്ചറുടെ രണ്ടാമത്തെ ക്വാളിറ്റി ആയിട്ട് പരിഗണിക്കുന്നത്. ദെൻ ഒരു കുട്ടിയെ ലേണിങ്ങിന് വേണ്ടി എന്തെല്ലാം ഗൈഡ് ലൈൻസ് കൊടുക്കാം, എന്തെല്ലാം മെത്തേഡ്സിലൂടെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഹൗ ടു അറ്റാക്ക് ദ പ്രോബ്ലം, ഇത്തരത്തിലുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു സ്പെഷ്യലിസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കുട്ടികൾ ഇപ്പോൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറെ ഡൗൺസ് ഉണ്ടാവും, കുട്ടികൾക്ക് കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ അതാത് സമയത്ത് പ്രോപ്പറായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ടീച്ചർ ആക്ട് ആസ് എ സ്പെഷ്യലിസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് ക്യാരക്ടറിസ്റ്റിക് ഓർ തേർഡ് ആട്രിബ്യൂട്ട് ഈസ് അസൈൻമെന്റ്. Assignment is otherwise called as contracts. That's why this Dalton plan is also known as contract plan. ഞാൻ നേരത്തെ പറഞ്ഞു, സിലബസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു അസൈൻമെന്റ്സ് ഓർ കോൺട്രാക്ട്സ്. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അനുസരിച്ചുള്ള സിലബസ് ആണ്. കുട്ടിയാണ് എന്തൊക്കെ പഠിക്കണമെന്ന് തീരുമാനിക്കുന്നതെങ്കിലും ഈ സിലബസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രേഡഡ് അസൈൻമെന്റ്സ് ഓർ കോൺട്രാക്ട്സ്.
ഓരോ അസൈൻമെന്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളായിട്ട് എൻറ്റയർ സിലബസിനെ, ഓരോ സബ്ജക്ട്സിലും എൻറ്റയർ സിലബസിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലാണെങ്കിൽ നമുക്കറിയാം അസൈൻമെന്റ് ഒരു ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, 40 മിനിറ്റ്സ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്ലാസ്സിനെ എംഫസൈസ് ചെയ്യുന്ന ഒരു വർക്കാണ് ഹോം അസൈൻമെന്റ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് ടീച്ചർ കൊടുക്കുന്നത്. പക്ഷേ ഡാൾട്ടൺ പ്ലാനിൽ അങ്ങനെയല്ല. എൻറ്റയർ സിലബസ് ഈസ് ഡിവൈഡഡ് ഓർ ഗ്രേഡഡ് ഇൻ ടു അസൈൻമെന്റ്സ് ഓർ കോൺട്രാക്ട്സ്. അപ്പം എങ്ങനെയാണ് അസൈൻമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. അസൈൻമെന്റ്സ് നമുക്കറിയാം, ഒരു അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിലാണെങ്കിലും ഡാൾട്ടൺ പ്ലാനിലാണെങ്കിലും 10 months ആണ് ഒരു അക്കാഡമിക് ഇയർ. സോ സിലബസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 10 grades ഓർ 10 assignments ആയിട്ടാണ് സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ അസൈൻമെന്റും ഓരോ മാസത്തിനുള്ളതാണ്. അതായത് മന്ത്ലി അസൈൻമെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു മാസം പഠിക്കാനുള്ള കണ്ടന്റ് ആണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ അസൈൻമെന്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. 1 month consists of 4 weeks. സോ ദർ ഈസ് 4 week works ഉണ്ട്. ആ വീക്ക് വർക്ക്സിനാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഓരോ അസൈൻമെന്റിലും 4 പീരീഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 പീരീഡുകളായിട്ട്. അപ്പൊ 1 month for 1 assignment or 1 assignment for 1 month, and there is 4 periods in 1 assignment. ഇനി വേറൊരു കാര്യം, ഓരോ ആഴ്ചക്കുമാണ് ഓരോ പീരീഡുകൾ എന്ന് പറയുന്നെങ്കിൽ ഓരോ ആഴ്ചയിലും 5 working days ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും കുട്ടി കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കുകളുണ്ട്. അതിനെയാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരാഴ്ച ക്ലാസ്സിൽ കയറിയ കുട്ടി 4 പീരീഡുകൾ അറ്റൻഡ് ചെയ്യുന്നു. 4 പീരീഡുകളിൽ ഓരോ ആഴ്ചയിലും 5 യൂണിറ്റുകൾ കുട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടി തന്നെ സെൽഫ് റെസ്പോൺസിബിൾ ആണ്. കാരണം ഒരു അസൈൻമെന്റ് 1 monthനകം കംപ്ലീറ്റ് ചെയ്യണം. എന്നാലേ ഒരു അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്താലേ നെക്സ്റ്റ് അസൈൻമെന്റിലേക്ക് കുട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടി തന്നെ സെൽഫ് റെസ്പോൺസിബിൾ ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചതുപോലെ ക്ലാസ്സിൽ കയറണം, ബെല്ലില്ല, ക്ലാസ്സിൽ കയറേണ്ട ആവശ്യമില്ല, ഏതെല്ലാം സബ്ജക്ട്സ് പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അവനാണ് തീരുമാനിക്കുന്നത്. എങ്കിലും അവനറിയാം ഓരോ സബ്ജക്റ്റിലും ഓരോ അസൈൻമെന്റ് 1 month ആണ് ഡ്യൂറേഷൻ ഉള്ളത്, അതിനകം തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് അവൻ തന്നെ സെൽഫ് റെസ്പോൺസിബിൾ ആവുന്നു. ഓരോ കാര്യവും അവൻ കൃത്യമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ കുട്ടി ഫസ്റ്റ് ക്ലാസ്സിലോട്ട് സബ്ജക്ട് റൂമിലേക്ക് എൻറോൾ ചെയ്യുന്ന സമയത്ത് ടീച്ചർ ഫസ്റ്റ് അസൈൻമെന്റ് കൊടുക്കുന്നു. ആ ഫസ്റ്റ് അസൈൻമെന്റിൽ എന്തൊക്കെയാണ് കണ്ടന്റ് ഓഫ് സ്റ്റഡി ഉള്ളത്, അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ആ ഒരു കണ്ടന്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, വാട്ട് ആർ ദ മെത്തേഡ്സ്, അങ്ങനെ എല്ലാം, വാട്ട് ആർ ദ റിസൾട്ട് ടു ബി എക്സ്പെക്റ്റഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അവൻ ലേണിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലേണിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഈ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യാൻ ഒന്നുകിൽ റെഫറൻസസ് നടത്താം, അല്ലെങ്കിൽ ലബോറട്ടറിയിലെ എക്സ്പെരിമെന്റ്സ് നടത്താം, അതല്ലെങ്കിൽ ഹി ക്യാൻ കൺസൾട്ട് വിത്ത് സ്പെഷ്യലിസ്റ്റ് ടീച്ചർ. അപ്പൊ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി അവന്റെ വർക്കിന്റെ പ്രോഗ്രസ് ടീച്ചർ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പം ഒരു ദിവസം ക്ലാസ്സിൽ കയറി പിന്നെ 2-3 ദിവസത്തേക്ക് കുട്ടി വന്നില്ലെങ്കിലും ടീച്ചർ അത് മോണിറ്റർ ചെയ്തിട്ടുണ്ടാവും. ടീച്ചർക്ക് അറിയാം എത്ര ദിവസമാണ് കുട്ടി വരാതിരുന്നത്, അത്രയും ദിവസത്തെ വർക്ക് അവൻ നെക്സ്റ്റ് വരുന്ന ദിവസം അവൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ടീച്ചർ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇനി ടീച്ചർ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നതിനിടയിൽ ടീച്ചർ ഇതെല്ലാം എഴുതി വെക്കുന്നത് റെക്കോർഡ്സിലാണ്. അതായത് ഡാൾട്ടൺ പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ ആസ്പെക്റ്റ് ആണ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഈ റെക്കോർഡുകൾ എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള റെക്കോർഡ്സ് അല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ റെക്കോർഡ്സ് എന്ന് പറയുന്നത് കണ്ടന്റ് ഓഫ് സ്റ്റഡിയുടെ ഒരു ഭാഗമാണ്. അത് പ്രാക്ടിക്കൽസ് ഓർ എക്സ്പെരിമെന്റ്സ് ഒക്കെ അതിന്റെ എയിം, പ്രൊസീജിയർ, മെത്തഡോളജി, റിസൾട്ട് എന്നിവയൊക്കെ എഴുതി ഡയഗ്രം ഒക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്നത്.
പക്ഷെ ഡാൾട്ടൺ പ്ലാനിലെ റെക്കോർഡ്സ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് പ്രോഗ്രസിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് ടീച്ചറും കുട്ടിയും കൂടെയാണ്. there are 3 records in Dalton plan. അതിനകത്ത് ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടീച്ചർ ആണെങ്കിൽ other 2 records are maintained by student. അപ്പം സ്റ്റുഡന്റിന് അവന്റെ പ്രോഗ്രസ് അവന് സ്വയം മനസ്സിലാക്കാനും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനും കുട്ടിയെ സഹായിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു റെക്കോർഡ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണെന്ന്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റുഡൻസ് പ്രോഗ്രസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇപ്പോൾ റെക്കോർഡ്സ് തന്നെ ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ തന്നെ 4 ടൈപ്പ് ഉണ്ട്. അതായത് ഒന്ന് മന്ത്ലി ഗ്രാഫാണ്. മന്ത്ലി ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മന്ത്ലി വർക്ക്, മന്ത്ലി കോൺട്രാക്ട്സ് ആയിട്ടാണ് കുട്ടിയെ ഏൽപ്പിക്കുന്നത് അസൈൻമെന്റ്സ്. അപ്പോൾ ഒരു മന്ത് എൻഡ് ആവുമ്പോഴേക്ക് കുട്ടി ഒരു കോൺട്രാക്ട് ഫിനിഷ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് കോൺട്രാക്ട് ആയിട്ടാണല്ലോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ മന്ത്ലി ഗ്രാഫാണ് ഒരു ഗ്രാഫ്. കുട്ടി അസൈൻമെന്റ് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ അവന്റെ ഗ്രേഡ് എങ്ങനെയാണെന്നൊക്കെ മാർക്ക് ചെയ്യുന്നത് മന്ത്ലി ഗ്രാഫിലാണ്. നെക്സ്റ്റ് ഗ്രാഫ് വീക്കിലി ഗ്രാഫാണ്. അതായത് വീക്ക് പെർഫോമൻസ് ആണ്. ഒരു വീക്കിൽ അവൻ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് ആ സബ്ജക്ട് സ്റ്റഡിയിൽ എന്നുള്ളതാണ് വീക്കിലി ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അനദർ വൺ ഈസ് ഹോംവർക്ക് ഗ്രാഫാണ്. അതായത് ഹോംവർക്ക് കുട്ടി എന്തെല്ലാം പ്രിപ്പറേഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് വരുന്നതിന് മുമ്പ് എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആണ് നടത്തിയിട്ടുള്ളത്, ഹോം പ്രിപ്പറേഷൻസ് എന്തെല്ലാം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹോംവർക്ക് ഗ്രാഫിനകത്ത് കാണുന്നത്. ഓർ ഹോം ഗ്രാഫ് എന്നതിനെ പറയാം. അപ്പൊ അതിനകത്ത് കുട്ടി നടത്തിയ പ്രിപ്പറേഷൻസ് ആണ് കാണിക്കുന്നത്. ലാസ്റ്റ് വൺ ഈസ് അറ്റൻഡൻസ് ഗ്രാഫ്. കുട്ടി ഏതൊക്കെ ദിവസങ്ങളിൽ വന്നു, എത്രത്തോളം സമയം സബ്ജക്ട് റൂമിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ടാവും അറ്റൻഡൻസ് ഗ്രാഫിൽ. അപ്പൊ ഇത്രയും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ആണ് റെക്കോർഡ്സിലുള്ളത്. അതിന് 2 റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുട്ടി തന്നെയാണ്. ഒരു റെക്കോർഡ് ടീച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനകത്ത് കുട്ടിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, അവൻ ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ഓർ മേജർ റിക്വസിറ്റ് ആണ് കോൺഫറൻസ്. അതായത് 10 അസൈൻമെന്റും അല്ലെങ്കിൽ 10 കോൺട്രാക്റ്റും കംപ്ലീറ്റ് ചെയ്തു കുട്ടി. 10 മാസം ഉപയോഗിച്ച് കുട്ടി എല്ലാ അസൈൻമെന്റ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൊമോട്ട് ചെയ്യണോ, നെക്സ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അവനെ പ്രൊമോട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു കോൺഫറൻസിലൂടെയാണ്. അപ്പം ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. എല്ലാ സബ്ജക്ട് ടീച്ചേഴ്സും കുട്ടികളും അതിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാം അടങ്ങുന്ന ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ആ കോൺഫറൻസിലാണ് ടീച്ചർ ഈ റെക്കോർഡ്സും കുട്ടിയുടെ അസൈൻമെന്റ്സിലുള്ള പെർഫോമൻസ് ഒക്കെ നോക്കി ടീച്ചർ ഗ്രേഡ് ചെയ്തതിനനുസരിച്ച് the authority can decide whether he is promoted to the next grade or not. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡ് ഓർ ലബോറട്ടറി മെത്തേഡ് ആയിട്ടുള്ള എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചാണ് ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത്. ഡാൾട്ടൺ പ്ലാനിന്റെ സ്പെഷ്യാലിറ്റീസ്, ഡാൾട്ടൺ പ്ലാനിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതിന്റെ മേജർ റിക്വസൈറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡാൾട്ടൺ പ്ലാനിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, റോൾ ഓഫ് ടീച്ചർ എന്നിവയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.